ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആ ചെയ്തോളൂ. ഹലോ, ആരോഗ്യ നഴ്സിംഗ് ഹോം അല്ലേ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവ പണിക്കരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ, ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനാണ്. താങ്ക്സ്. അച്ഛന്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ അവൻ വരാതിരിക്കില്ല. പാർവതി മോൾ അന്വേഷിച്ചിട്ട് അവനെ കണ്ടില്ലേ? ഇല്ല. ഉറക്കമാണോ? ആ, ഇനി കുഴപ്പമൊന്നുമില്ല. അധികം സംസാരിക്കരുത്. അമ്മ വീട്ടിൽ പോയി കുളിക്കോ ആഹാരം കഴിക്കോ എന്തെങ്കിലും ചെയ്യും. ഇവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്നാ മതി. വരട്ടെ. അമ്മാവിയും അമ്മയും കൂടെ വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. മോളെ, അമ്മായി വീട്ടിൽ പോയിട്ട് വേഗം വരും. നോക്കിക്കൊള്ളണേ, ഒന്നും പേടിക്കണ്ട. പതുക്കെ വന്നാ മതി. ആ, ഉണ്ണി, നീ ഇങ്ങനെ ഇവിടെ പൂനി പിടിച്ചിരുന്നാലെങ്ങനെ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോ ഒരു സെക്കൻഡ് ഷോ സിനിമയും കാണും. ഉണ്ണി, നീ നിന്റെ മൂപ്പിൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. പണമില്ലാതെ എങ്ങനെടാ? ഉണ്ണേ, ഗുഹയിലെ ചെലവിൽ കഴിഞ്ഞ മാസത്തെ നിന്റെ ഷെയർ ഇതേവരെ കിട്ടിയിട്ടുണ്ട്. എന്റെ പൈസ മുഴുവൻ തീർന്നു. പിന്നെ സമയായി, നമുക്ക് പോവാം. ആ, ഞങ്ങൾ പോകുന്നു. അപ്പൊ ശരി, ഓക്കെ. കുഞ്ഞെ, പുറത്തു പോയി വല്ലതും കഴിക്കണം. ഇവിടെ ഒന്നുമില്ല. വീട്ടിൽ പോകാൻ തിരക്കായോ? അസുഖം മാറിയിട്ട് പോയാൽ മതി. അസുഖം മാറാതെ ഞാൻ വിടുകയുമില്ല. ഇവൾ ക്ലാസ് മുടക്കിയിരിക്കുകയാണ്. അതേ ഉള്ളൊരു പ്രയാസം. ക്ലാസ് ഒന്നും മുടക്കണ്ട. ഇന്ന് ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. പിന്നെ ക്ഷോഭം വരാതെ സ്വയം നിയന്ത്രിക്കണം. ഒന്നും സാരമില്ലെന്ന് കരുതണം. ഞാനും അങ്ങനെ കരുതിയിരിക്കുകയാണ്. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ണിയോടുള്ള നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് വേണോ? വേണം. അവന് വാശിയേറണം. എന്നെ തോൽപ്പിച്ചുകൊണ്ടെങ്കിലും അവൻ വിജയിക്കണം. യു ഡോണ്ട് വറി ഗോപി. അവൻ നന്നായി കണ്ടിട്ടേ ഞാൻ മരിക്കൂ. ഉണ്ണിക്ക് പഠിത്തം തുടരാൻ പൈസ വേണ്ടേ? അവനത് സമ്പാദിക്കണം. ഹൗ? ബൈ വർക്കിംഗ്. ജോലി ചെയ്ത്, വിയർത്ത് ജോലി ചെയ്ത് സമ്പാദിക്കണം. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ കേൾക്കാതെ എനിക്ക് ഗോപിയോട് സംസാരിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ഉണ്ണീട്ടാ, അമ്മാവൻ വീട്ടിൽ വന്നു. അമ്മയും ഞാനും ഉണ്ണിയേട്ടന്റെ വീട്ടിലാണ്. എനിക്ക് വീടില്ല. ഞാനെവിടെയാണെന്ന് മനസ്സിലായല്ലോ, അതേ ഉദ്ദേശിച്ചുള്ളൂ. അമ്മാവിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. മറ്റാർക്കും ഇല്ലല്ലോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല.
എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് ദുഃഖമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുക. എങ്ങോട്ട്? എവിടെയെങ്കിലും. അപ്പൊ പഠിത്തം മതി. എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അച്ഛനെ പോയി കാണണം. മനസ്സില്ല. ഉണ്ണേട്ടനെ സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാകുമോ? തൂങ്ങിച്ചഴനൊന്നും ഞാനില്ല. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. കണ്ണീർ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ക്ഷമിക്കാതെ വരുന്നതാണ് ഉണ്ണേട്ട. ക്ഷമിച്ചേക്ക്. ഉണ്ണിയെ കണ്ടു മോളെ? കണ്ടു. അവൻ ഇങ്ങോട്ട് വരുമോ? വരില്ല. അവൻ എങ്ങനെ ഇരിക്കുന്നു മോളെ? വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. കണ്ടിട്ട് സങ്കടം തോന്നുന്നു. അവനും പഠിക്കട്ടെ ഒരു പാഠം. അമ്മാവൻ വരാൻ പറഞ്ഞെന്ന് നീ പറയാത്ത എന്താ മോളെ? അമ്മാവൻ പറയാതെ ഞാൻ എങ്ങനെയാ അമ്മാവി പറയുന്നത്? ആരും ഒന്നും പറയണ്ട. ഞാൻ കുടിച്ചോളാം കണ്ണീര്. ദേവി സങ്കടപ്പെടാതെ. ചേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചു കാണും. ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ. ചേട്ടന് ഉണ്ണിയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര മനക്കെട്ടിയാണ്. അവനെ പെറ്റ വയറിന്റെ വേദന എനിക്കല്ലേ അറിയൂ. എത്ര വിചാരിച്ചിട്ടും എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അതാണ് ഏറെ സങ്കടം. കൈവിട്ടു പോയാ പോയില്ലേ. രണ്ടാമതൊന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയെന്ന് വെക്കാമായിരുന്നു. ഞാൻ പോയി വിളിക്കൂ അവനെ. അതുവരെ കളിക്കും എല്ലാരും. ദേവി, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. എനിക്കൊന്നും വേണ്ട. നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചോണ്ടാ മതി. എന്റെ മോൻ അവിടെ പട്ടിണി കിടക്കായിരിക്കും. നമസ്കാരം. സുഖമാണല്ലോ എല്ലാവർക്കും? അസുഖമൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. നമസ്കാരം. ഇപ്പൊ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. സാറ് ബോധമില്ലാതെ കിടന്നപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിന് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വഴിപാടിന് കൊടുത്തയച്ചിരുന്നു. നിങ്ങളുടെ ബില്ലുകളെല്ലാം കഴിയും വേഗം ശരിപ്പെടുത്താം. സന്തോഷമായി. വളരെ നന്ദി സാർ. ഗുരുവായൂരപ്പൻ സാറിന് ദീർഘായുസ് നൽകട്ടെ. ആ, മിസ്റ്റർ കുട്ടി എന്റെ മകന് 2000 രൂപ കൊടുത്തല്ലോ. കിടപ്പായി പോയതുകൊണ്ട് മടക്കി തരാൻ വൈകി. ക്ഷമിക്കണം. ഞാനത് സാറ് പറഞ്ഞിട്ട് കൊടുത്തതല്ലോ. അവൻ എന്റെ മകനായതുകൊണ്ടല്ലേ കൊടുത്തത്. വാങ്ങിക്കൂ. ഞങ്ങൾ തമ്മിലുള്ള ഇടപാട്. വിശദീകരണമൊന്നും വേണ്ട. കൂടുതൽ കർശനമായ ഭാഷയും നടപടിയും സ്വീകരിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. വാങ്ങിക്കൂ. നിങ്ങളിൽ മറ്റാരോടെങ്കിലും ഉണ്ണി പണമോ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയണം. അവധി കഴിഞ്ഞ് ഞാൻ ആദ്യമായി ഓഫീസിൽ വരികയാണ്. കൂടുതൽ ജോലി വേണം. നീ ഇങ്ങനെ കറങ്ങി കിടക്കാതെ നിന്റെ മൂപ്പിച്ചിനെ കണ്ട പ്രശ്നം പരിഹരിക്കണം. പണമില്ലാതെ എങ്ങനെയാടാ? യു മസ്റ്റ് സെറ്റിൽ ഇറ്റ് വിത്ത് യുവർ ഓൾഡ് മാൻ. ഗുണയിലെ ചെലവിന്റെ പണം ഉടനെ വേണം. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഡബിൾ. നോ ദമ്പടി. ഓക്കെ? തന്തയാരെ കണ്ട് കാശും മേടിച്ചോണ്ട് വാ.
എന്താ നോക്കിയിരിക്കുന്നത്? ചെല്ലേ. എനിക്ക് ഫീസ് കൊടുക്കണം. കൊടുത്തോളൂ. ചെലവിനും രൂപയില്ല. ഉണ്ടാക്കിക്കോളൂ. പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. രൂപ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് അവസാനമാക്കണോ? ഏറ്റവും ഒടുവിലത്തെ വാക്ക്. നിന്റെ തെറ്റ് കഴിഞ്ഞ് നിനക്ക് ബോധ്യമാവാതെ, അവ ആവർത്തിക്കില്ലെന്ന് നീ പറയാതെ കാൽ കാശ് ഞാൻ തരില്ല. കുമ്പസാരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നിന്നെ മകനായി കാണാൻ എനിക്കും സാധ്യമല്ല. എന്റെ സാധനങ്ങളൊക്കെ എടുക്കാവോ? ആ സ്കൂട്ടർ ഓടിച്ച്. സ്കൂട്ടർ ഞാൻ കൊണ്ടുപോകും. അവന്റെ മുറിയിലേക്ക് പോയി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവാനുഗ്രഹം തന്നെ. ചേട്ടൻ അവനോട് ദേഷ്യപ്പെടരുതേ. അതെ. ഉണ്ണി, എന്താ മോനെ ഇത്? നീ ഇതെല്ലാം എടുത്തോണ്ട്? ഞാൻ എന്നേക്കുമായി പോവുകയാണ്. ഇനി ഈ നശിച്ച വീട്ടിലേക്ക് ഞാനില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഭ്രാന്ത് പറയരുത് ഉണ്ണി. എന്റെ മോൻ ഇവിടുന്ന് പോകരുത്. അത് അമ്മ പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ പറയട്ടെ. പറയൂ, മോനോട് പോകരുതെന്ന് പറയൂ. ചേട്ടാ, ഒന്ന് പറയണം ചേട്ടാ. അവന്റെ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് അവൻ പറഞ്ഞാൽ ഞാൻ എല്ലാം ക്ഷമിക്കാം. പറയൂ മോനെ, നിന്റെ അച്ഛനോടനെ മാപ്പ് പറയൂ. ഞാൻ പറയില്ല. തെറ്റും ശരിയും ഞാൻ നിശ്ചയിക്കും. പക്ഷേ ആരുടെയും കാൽക്കൽ വിടാൻ എന്നെ കിട്ടില്ല. ഞാൻ പുതിയ തലമുറയിൽപ്പെട്ടവനാണ്. ഞാൻ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ടവനാണ്. മനസ്സിലായി. കൂടുതൽ സംസാരിക്കണമെന്നില്ല. എടാ, മക്കൾ ഉണ്ടാക്കിയപ്പോൾ അവരെ മനസ്സിലാക്കി. എന്ത് പറഞ്ഞടാ? അമ്മയുടെ സമ്മാനം കിട്ടി. ഞാൻ പോകുന്നു. മേലിൽ എന്നെ കാണില്ല. സ്കൂട്ടർ ഞാൻ കൊണ്ടുപോകുന്നു. കഴിയുമെങ്കിൽ തടയാം. അയ്യോ ചേട്ടാ. സരസ്വതി, വെള്ളം. അയ്യോ, എന്ത് പറ്റി? ഈ രൂപ മാറി ആ ടാക്സി കൂലി കൊടുത്തു വിടണം. അദ്ദേഹത്തെ ഇങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കണം. ഓ, നായകൻ വന്നല്ലോ. അവനവന്റെ തന്തയാരെ കീഴടക്കി വിജയക്കൊടി പാർപ്പിച്ചെത്തിയിരിക്കുന്നു. ഇനി ഓടിയുടെ കളിയുള്ളൂ. എന്റെ കുടിശ്ശിക എത്രയാ? 400 രൂപ. ഇങ്ങോട്ട്. അളിയൻ ഇപ്പോഴാണ് ബുദ്ധി തെളിഞ്ഞത്. ഓപ്പറേഷൻ അച്ഛനുമായി പൂർണ്ണമായി തെറ്റി. ഞാൻ എന്റെ സ്കൂട്ടർ വിറ്റു. തന്തയാൽ നിന്നെ പുറത്താക്കിയോ? സകല കലാകാരെയും വെള്ളം കുടിപ്പിച്ച് വഴിയാവരായി കഴിഞ്ഞു. കടൽ കഴിവൻ. എന്താടാ? ഇനി മേലാൽ എന്റെ അച്ഛനെ അങ്ങനെ പറയരുത്. നിന്റെ ഒരു അച്ഛൻ പന്ന റാസ്കൽ. രഘു, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്ത് പരീക്ഷിക്കാനാ? കാച്ചിക്കളാത്തടാ ആ തെണ്ടി റാസ്കലിനെ. എന്റെ അച്ഛൻ തെണ്ടി റാസ്കലാണോ? ചേട്ടല്ലേ. ഞാൻ രഘു പോട്ടെ, സാരമില്ല. അവനവന്റെ മനപ്രയാസം കൊണ്ട് ചെയ്തു പോയതല്ലേ. നീ പോടാ. രഘു, വേണ്ട രഘു, വേണ്ട.
ഉണ്ണീട്ടാ, ഉണ്ണീട്ടാ. കിടന്നോളൂ. തലയ്ക്കാണോ മുറിവ്? ഉണ്ണി 3-4 ദിവസം ഇവിടെ കിടക്കണം. ഹെഡ് ഇഞ്ചുറി അല്ലേ, കെയർഫുൾ ആയിരിക്കുന്ന നല്ലത്. അത് കോഴ്സ് കഴിയാറായോ? ഇത് ഫൈനൽ ഇയറാ. അപ്പൊ മുറിവ് ഉണ്ടാക്കാനല്ല, അറ്റൻഡ് ചെയ്യാനോ അറിയാവുന്ന ആള് തന്നെ. ഞാൻ വരട്ടെ വരട്ടെ. പിന്നെ അവിടെ നടന്നതൊന്നും അമ്മായിയോട് പറയരുത്. ഇല്ല. പറയരുത്? എന്തോന്ന് പാർവതി, എന്തെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പാർവതിയാണ് സത്യം ഞാൻ പറയും. വാ. പോരെ. പറയല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, ചുമ്മാ ഇരി. അവനെ കണ്ടോ? കണ്ടു. അവൻ എവിടെ? ആ വീട്ടിൽ. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ ചിലത് സംസാരിച്ചിട്ട് പോന്നു. ഒരു ദിവസം അവൻ എന്റെ കണ്ണു മുമ്പ് കിട്ടും. അപ്പൊ ഞാൻ പറയിപ്പിക്കുന്നുണ്ട് അവനെ കൊണ്ട്. അവന്റെ അച്ഛൻ അവന് നിസ്സാരനായിരിക്കും, പക്ഷെ എനിക്ക് അദ്ദേഹം ദൈവമാണ്. ഡിഷും, 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 ഡിഷും. എന്താണ് ശ്രീധര? എന്റെ അമ്മാവി എന്ത് രസമായിരുന്നു. ഡിഷും, 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 ഡിഷും. കാര്യം പറയടാ. കാര്യം ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഭയങ്കര ഇടി. ഡിഷും, ഡിഷും, ആ, ഡിഷും, 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 ആ. എനിക്കിപ്പോ എന്റെ മോനെ കാണണം. എല്ലാവരും കൂടി അവന്റെ തല അടിച്ചു പൊടിച്ച് ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്നു. എനിക്കിപ്പോ അവനെ കാണണം. വരുന്നുണ്ടോ എന്റെ കൂടെ? ഇല്ല. എനിക്കിപ്പോ അവനെ കണ്ടേ വെക്കൂ. ഞാൻ പെറ്റ തള്ളയല്ലേ. അവൻ എത്ര ചീത്തയാലും അവൻ എന്റെ മോനാണ്. അവന് കൂടുതലായിരിക്കും. ഒരു ചെറിയ മുറിവേ ഉള്ളൂ അമ്മായി. നീ നേര് പറയുമോ? എന്റെ മോന്റെ തല പൊട്ടി കീറിട്ട് നീ എന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര മെനക്കെട്ടിയ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പോവും. ആ, എന്റെ അനുഭവത്തോടെ പോണ്ട. സാർ, എന്നെ രക്ഷിക്കണം, എന്റെ മോനെ രക്ഷിക്കണം. എന്താണ്? മാർഗ് തിരുത്തി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചതിന് കുറെ കുട്ടികളെ പുറത്താക്കിയല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മോൻ രഘുവുണ്ട്. സിമെന്റിൽ മായം ചേർത്തതിന് നടപടി ഉണ്ടായില്ല, മാർക്കിൽ മായം ചേർത്തതിന് നടപടി ഉണ്ടായി. എന്നെയും മോനെയും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നു. പ്രിൻസിപ്പലിനെ സാറിന് പരിചയമുണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ. ഞാൻ പറയില്ല പത്മനാഭപിള്ളേ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, പണം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കാമെന്നുള്ള ഏർപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. പണത്തിന്റെ മുഷ്കുകൊണ്ട് സാങ്കേതിക കോളേജിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളെ കൂടി നശിപ്പിക്കുന്നത്. അവരുടെ പേരിൽ ഇപ്പോഴെങ്കിലും നടപടിയെടുത്ത് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സാർ എങ്ങനെയെങ്കിലും മിസ്റ്റർ പത്മനാഭപിള്ളയ്ക്ക് പോകാം.